എല്ലാവർക്കും നമസ്കാരം. ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ 3ാമത് വാർഷികമാണ്. ഈ വാർഷിക യോഗത്തിൻ്റെ അധ്യക്ഷൻ മിസ്റ്റർ ശ്രീ അനിൽകുമാർ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ സീനിയർ പ്രിൻസിപ്പൽ ശ്രീ ജേക്കബ് സാർ, ഇത്രയും നേരം നമുക്ക് നമ്മുടെ കുട്ടികൾക്കും വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ തന്ന ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന പി സുരേഷ് കുമാർ സാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെറീന ഷാനു, സിസിഡി ജോ, സുബലാഷ് കുമാർ, എം ജോസഫ്, പി ജയകൃഷ്ണൻ, കെ മഞ്ജുമൽ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എസ് ചന്ദ്രകുമാർ സാർ അടക്കം പ്രിയപ്പെട്ട ഈ സ്കൂളിലെ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ പകുതി പ്രോഗ്രാം കഴിഞ്ഞ് നമ്മുടെ ആനുവൽ ഡേ കുട്ടികളെല്ലാം പുറകിൽ റെഡിയായിട്ടിരിക്കുകയാണ്. ഇനി ഒരു പ്രസംഗം നമുക്ക് ഒരു അധികാരമല്ല, ഒരു ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇറങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഞാൻ വന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഓക്സ്ഫോർഡ് സ്കൂള് നമുക്കറിയാം, 29 കുട്ടികൾ ആദ്യ കാലം തുടങ്ങിയപ്പോൾ ഇന്ന് 3ാമത്തെ വർഷം 250ഓളം കുട്ടികൾ ഇന്ന് കുളത്തപ്പുഴ മേഖലയിലെ CBS സ്കൂളായ ഈ ഓക്സ്ഫോർഡിൽ വിദ്യാഭ്യാസം നേടുകയാണ്. അങ്ങനെ നമ്മുടെ സുരേഷ് കുമാർ സാറ്, അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്. അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ സന്ദർശിക്കുകയും ഒരുപാട് ടീച്ചേഴ്സിനും ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ കൂടെയാണ് അദ്ദേഹം. കുളത്തപ്പുഴ പോലെയുള്ള, നമുക്കറിയാം കുളത്തപ്പുഴ ഒരു ഗ്രാമപ്രദേശമാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ ഒരു 15-20 മിനിറ്റ് സംസാരിച്ചു. നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ എല്ലാ മനസ്സിലും നമുക്കറിയാം. നമ്മുടെ വാർത്തകളെല്ലാവരും കാണുന്നതാണ്. ഇന്നത്തെ കാലഘട്ടം നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം വിദ്യാഭ്യാസത്തിനെക്കാട്ടിൽ നമ്മുടെ കുട്ടികൾ നല്ല ശീലങ്ങൾ, മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കൾക്ക് അടിമകളാകാൻ ഇരിക്കാനും നാളത്തെ തലമുറ നല്ല രീതിയിൽ വാർത്തെടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഒരു നന്ദിയും കൂടെ അറിയിച്ചുകൊള്ളുകയാണ്. നമ്മുടെ കുട്ടികൾ, നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് ഏകദേശം കൂടുതൽ സ്കൂളുകളിൽ കൗൺസിലറെ നിർദ്ദേശിക്കുകയും ഇപ്പം 1-2 വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലും ഹോസ്പിറ്റലുകളിലും കൂടുതലും കൗൺസിലറെ നിർദ്ദേശിച്ചുകൊണ്ട് അവിടെ ഒരു കൗൺസിലിംഗ് ക്ലാസ്സുകൾ എടുക്കാറുണ്ട് 10 വയസ്സിന് മേപ്പോട്ടുള്ള കുട്ടികൾക്ക്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ് ഇങ്ങനെയുള്ള സ്കൂൾ മേഖലയിൽ, അത് CBS ആയാലും കേരള സിലബസ് ആയാലും ഏത് സ്കൂൾ മേഖലയിലും നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ഒരു കൗൺസിലിംഗ് സിസ്റ്റം ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ചിന്തകൾ വരുത്തിക്കാനും രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ നല്ല നിലയിൽ വളർത്തിയെടുക്കാനും ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകേണ്ടിയുണ്ട്. നമുക്കറിയാം ഈ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികൾ, കരവാളറുള്ള കുട്ടികൾ ഇന്ന് ഇവിടെ സമ്മാനം മേടിക്കുകയുണ്ടായി. അദ്ദേഹം ഇറങ്ങുകയാണ്. ഇവിടുന്ന് എറണാകുളം വരെ അദ്ദേഹം യാത്ര ചെയ്ത് വന്നായിരുന്നു.
നമ്മുടെ കുട്ടികൾ ഓക്സ്ഫോർഡ് സ്കൂള് നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന്റെ കൂടെ നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകി അവരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ അവര് ആലോചിച്ച് അവരെ ടീച്ചേഴ്സിനെ ഉൾപ്പെടെ വളരെ നന്നായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടാണ് ഓക്സ്ഫോർഡ് സ്കൂളിന്റെ വിദ്യാഭ്യാസം പോകുന്നത്. ഈ സ്കൂള് ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യം തന്നെ വന്നപ്പോഴും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വരികയും ഈ സ്കൂളിന്റെ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജേക്കബ് സാർ അടക്കം ഞങ്ങൾ പഞ്ചായത്ത് സമിതി ഇവിടെ അംഗങ്ങൾ ഒരുപാട് പേരുണ്ട്. ഈ സ്കൂളിൽ വന്ന കാലം തൊട്ട് വളരെ നല്ല സപ്പോർട്ടാണ്. ഇനിയും ഞങ്ങളെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും പഞ്ചായത്തിന്റെ എല്ലാവിധ സപ്പോർട്ടുകളും കാണും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.